ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ ഫസ്റ്റ് ട്രയൽ അല്ലേ. കംപ്ലീറ്റ് വീൽ സ്പിൻ. ഇവിടെ എനിക്ക് ഓടിക്കാൻ പറ്റില്ല. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ബൈക്കിൻ്റെ റിവ്യൂ എന്നല്ല കേട്ടോ. ഇന്ന് KTM തന്നെ നമ്മുടെ ഡേർട്ട് ഓഫ് സ്കൂളും കൂടെ ചേർന്ന് ഒരു ഈവെൻറ്റ് നടത്തുന്നത്, ഒരു ഓഫ് റോഡിങ് ഈവെൻറ്റ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള KTMൻ്റെ 390 അഡ്വഞ്ചർ എക്സ് ആണ് കേട്ടോ. നമുക്ക് എന്തായാലും ഇപ്പോൾ കുറച്ചുകൂടി കിലോമീറ്റേഴ്സ് അല്ല, ഞാൻ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇപ്പോൾ തന്നെ എത്താവുന്നതാണ്. എൻ്റെ ആദ്യത്തെ ഒരു ഓഫ് റോഡ് ഈവൻറ്റ് കൂടിയാണ് കേട്ടോ ഈ KTM ആയിട്ട് നടത്തുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി എത്തിയിട്ടുണ്ട്. ഇവിടെയാണെന്നാണ് തോന്നുന്നത്. ജസ്റ്റ് മുകളിലോട്ടൊന്ന് കയറാം. ഓക്കെ, ഇവിടെ തന്നെയാണ് ലൊക്കേഷൻ. ഓൾറെഡി കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റായെന്നാണ് തോന്നുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മളങ്ങനെ KTMൻ്റെ ഓഫ് റോഡിങ് അഡ്വഞ്ചർ ഈവൻറ്റിലോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കുറേയേറെ ബൈക്സ് വന്നിട്ടുണ്ട്. KTM മാത്രമല്ല, നമുക്ക് കാണാൻ റോയൽ എൻഫീൽഡ് ഉണ്ട്, എക്സ്പൾസ്, കുറേയേറെ എക്സ്പൾസ് ഉണ്ട്. ഇത് CB 650 ആണോ, 650 F 650 R 650 F ആണ്. കൊള്ളാം കേട്ടോ, അത്യാവശ്യം നല്ല ഇൻലൈൻ 4 എഞ്ചിനൊക്കെ ആയിട്ട് ഇവിടെ ഓഫ് റോഡിങ്ങിന് വേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഒരു ഓഫ് റോഡിങ് സ്പെക്കായിട്ടുള്ളൊരു ഇസൂസു ആണോ, അല്ല സ്കോർപ്പിയോ ആണല്ലേ, സ്കോർപ്പിയോ, മഹീന്ദ്രയുടെ സ്കോർപ്പിയോ. ഇവിടെ ചെറിയ എൻട്രി സംഭവങ്ങളൊക്കെ ഉണ്ട്. സ്കൂൾ ഓഫ് ഡേർട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എൻട്രി ചെയ്യാം. ഓക്കെ, നമ്മുടെ ഈ അഡ്വഞ്ചർ ഈവൻ്റ് തന്നെ നടത്തുന്ന സ്കൂൾ ഓഫ് ഡേർട്ടാണ്. ഓഫ്കോഴ്സ് നിങ്ങൾ സ്കൂൾ ഓഫ് ഡേർട്ട് എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓഫ്കോഴ്സ് കേട്ടിട്ടുണ്ടാവും. പുള്ളിക്കാരനൊക്കെയാണ് ഓർഗനൈസ് ചെയ്യുന്നത്, റഷ്യൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാം. മേ ബി ലൈക്ക് ഇവിടെ ആയിരിക്കും ആ ഒരു ചെറിയ ഈവൻറ്റ് നടത്താൻ പോകുന്നത്. നമ്മുടെ KTMൻ്റെ തന്നെ അഡ്വഞ്ചർ എസും അഡ്വഞ്ചർ എക്സും ആണെന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ ചോദിച്ചായിരുന്നു, എൻഡ്യൂറോ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. മേ ബി എൻഡ്യൂറോ ലൈക്ക് ഗ്ലോബലി ലോഞ്ച് ചെയ്യുന്ന സസ്പെൻഷനൊക്കെ ആയിട്ടായിരിക്കും ഇനി വരാൻ പോകുന്നത്. ഇവിടെ ഓൾറെഡി വന്ന് വെയിറ്റിംഗ് ആണ് എല്ലാവരും. നമുക്ക് എന്തായാലും നോക്കാം. A few minutes later. ഞാൻ പഴയ ബൈക്കും പുതിയ ബൈക്കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് പഴയ വേർഷൻ ഈ ബൈക്ക്. ഇത് KTM 390 റാലി, അഡ്വഞ്ചർ റാലിയാണ്. സോ ഇതിന് കഴിഞ്ഞ വർഷമുള്ള ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. അത് കഴിഞ്ഞുള്ള രണ്ട് വേർഷൻ, ഒന്ന് സ്റ്റാൻഡേർഡും ഒന്ന് എക്സ് കുറച്ചുകൂടെ റോഡ് ഫോക്കസ്ഡ് ആയിട്ടാണ്. ഫസ്റ്റ് ഇവിടെ ഒരു ഒബ്സ്റ്റക്കിൾ ടേൺ ഉണ്ട്. ഇത് ഫിനിഷ് ചെയ്തിട്ട് ഈ റൈഡ് അപ്പ്. ഇതുപോലെ മേളിൽ 3 ഗ്രൗണ്ട് കൂടെയുണ്ട്. സോ ഓരോന്നിടത്തും ഓരോന്നാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ ജസ്റ്റ് അൺഈവൻ ട്രാക്ക്, നിങ്ങൾക്ക് ബൈക്കിൻ്റെ ഒരു ഫീല് കിട്ടാനായിട്ട്. ഇവിടുന്ന് ഈ ട്രാക്ക് ഓടിച്ച് മേളിൽ ചെന്ന് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഗ്രൗണ്ടിൽ ഒരു ഡിപ്പുണ്ട്. ഗ്രൗണ്ടിൽ ഞങ്ങളൊരു സാൻഡ് പിറ്റ് സെറ്റ് ചെയ്തു. ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ ടാർമാക്കിൽ ഫ്രണ്ടിലോട്ട് പോയിട്ട് അവിടുത്തെ ടേൺ അറൗണ്ട് ചെയ്ത് തിരിച്ചു വരിക. ഇതാണ് ട്രാക്ക് എന്ന് പറയുന്നത്. ബേസിക്കലി ഇതൊരു ഹൈ സ്പീഡ് പെർഫോമൻസ് റൈഡല്ല. നിങ്ങൾ ഫസ്റ്റ് ടൈമായിട്ടാണ് ഈ ബൈക്ക് ഓടിക്കുന്നത്. നിങ്ങൾക്ക് ഈ ബൈക്ക് മനസ്സിലാകാനായിട്ടാണ് ഞങ്ങൾ കൂടുതലും ഒരു എഫേർട്ട് ഇടുന്നത്. സോ ബൈക്ക് ഞങ്ങൾ സ്റ്റാൻഡേർഡ് തരുന്നത് ഓഫ് റോഡ് മോഡിലായിരിക്കും. ഓക്കെ, ഇവിടെ ചെറിയൊരു ട്രയൽസ് എടുത്തിട്ടാണ് അവർ മുകളിലോട്ട് പോകുന്നത്. അങ്ങോട്ടും വേറെയും കൊണ്ട് നമ്മൾ ടേണെത്തുമ്പോൾ നമുക്ക് എന്തായാലും പ്രോപ്പറായിട്ട് കാണാം കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ ട്രയൽ ഇവൻറ്റും കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പുള്ളിക്കാരനാണ് ലീഡ് ചെയ്യുന്നത്, ചാക്കോ. ഈസി ആയിട്ട് എടുത്താൽ മതി കേട്ടോ. ഫുൾ ഗ്രാവലാണ്. സോ വണ്ടി നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ പെട്ടെന്ന് സ്ലൈഡ് ആവും. ഓക്കെ, നിങ്ങളുടെ പേസിൽ നിൽക്കുക, ഓവർടേക്ക് നോക്കണ്ട. ഓരോ മെയിൻ സാധനങ്ങൾ വരുമ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് റീഗ്രൂപ്പ് ചെയ്തിട്ടേ പോകുള്ളൂ. ഓക്കെ, നിങ്ങളുടെ പേസിൽ വന്നാൽ ഓക്കെ. ഫൈനലി ഇപ്പോൾ നമ്മൾ ട്രയൽ മോഡ് എന്നാണെന്ന് തോന്നുന്നത്. ലൈക്ക് ഫ്രണ്ട് ABS ഓണാണ്, റിയർ ABS കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആണ്. ഓക്കെ,
ഓ അത് ചെറിയ ട്രയലാണെന്ന് തോന്നില്ല, കാണാൻ ചെറുതാ, പക്ഷേ കുറച്ചൊന്ന് പാടായെടുക്കാൻ. ഇപ്പോൾ ഓൾറെഡി കുറേ പേര് ഓടി, ഇപ്പോൾ തന്നെ കൂളിംഗ് ടെമ്പറേച്ചർ ഹീറ്റായിരിക്കുക. എന്നാലും വണ്ടി അത്യാവശ്യം നല്ല മാനേജ് ചെയ്യുന്നുണ്ട്. ഹീറ്റിംഗ് അത്യാവശ്യം കുഴപ്പമില്ല നിൽക്കുന്നുണ്ട് കേട്ടോ. സ്ലോ ആയിട്ട് എടുക്കാവുള്ളേ. ഓക്കെ, സ്ലോ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി അങ്ങ് ചെന്ന് താഴെ ഹിറ്റ് ചെയ്യുമ്പോൾ ചെറിയ ത്രോട്ടിൽ കൊടുത്താൽ ബൈക്ക് കയറി അങ്ങ് പൊക്കോളൂ. ഓക്കെ. സ്ലോ ആയിട്ട് ഇറങ്ങാവുള്ളൂ കേട്ടോ. സ്ലോ ആയിട്ട് ഇറങ്ങുക. വണ്ടി ഓഫായി. ഓക്കെ, എടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. കംപ്ലീറ്റ് വീൽ സ്പിൻ. ഇവിടെ എനിക്ക് ഓടിക്കാൻ പറ്റില്ല, ഗ്രാവലും മണ്ണൊക്കെ കൂടുതലാണ്. കംപ്ലീറ്റ് വീൽ സ്പിൻ ആണ്, ഒരു രക്ഷയില്ല. പിന്നെ ക്വിക്ക് ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് ഈസിയായി ഡൗൺ ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റ് വീൽ സ്പിന്നിങ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വീൽ സ്പിന്നിങ് ആണ്. ഈ ഒരു ഡൗൺ ഹില്ല് അത്യാവശ്യം ബൈക്ക് തന്നെ നൈസായിട്ട് പോകുന്നുണ്ട്. ലൈക്ക് ഫസ്റ്റ് ഗിയർ ഇട്ട് ഈസി ആയിട്ട് പോകുന്നുണ്ട്. ഒരു ബിഗിനറായ എന്നെ പോലെ എനിക്ക് വരെ ഈസി ആയിട്ട് ഇത് ഈ ഒരു ട്രയൽ എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. 390 ഈസ് ഡൂയിങ് ഗുഡ്. ദ ഓൾ ന്യൂ അഡ്വഞ്ചർ 390S. പിന്നെ ഫണ്ണാണ്, നല്ല സോഫ്റ്റ് സസ്പെൻഷനുണ്ട്. റിയ ABS കട്ട് ഓഫ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പോകാൻ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആ ട്രയൽ റൺ കഴിഞ്ഞിട്ടുണ്ട്. ഒരു രക്ഷയില്ല, കിടിലായിരുന്നു. ഓൾ ന്യൂ 390S. സസ്പെൻഷൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. ഓക്കെ, ജാക്കറ്റ് ഒന്ന് കൊടുക്കണം. GoPro സ്റ്റോപ്പ് റെക്കോർഡിങ്. ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ ഫസ്റ്റ് ട്രയൽ അല്ലേ, അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു.
ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഈ ഒരു ഈവൻറ്റ് അങ്ങനെ ഒരു വിധത്തിൽ ഒതുങ്ങിയിട്ടുണ്ട്. ബൈക്കൊക്കെ ഇപ്പോൾ റെസ്റ്റിംഗ് ആണ്. ബൈക്കിന് ഒരു സമാധാനമായി കാണും. ഇത്ര നേരമായിട്ട് ഓരോ ട്രയൽ റൺ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഈവൻറ്റ് കണ്ടക്ട് ചെയ്തത് നമ്മുടെ സ്കൂൾ ഓഫ് ഡേർട്ടും KTM കൂടെ ചേർന്നാണ്. എന്നെ ലീഡ് ചെയ്തത് റിസ്റ്റോ ആണെന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ്. നമുക്കെന്തായാലും സ്കൂൾ ഓഫ് ഡേർട്ടിൻ്റെ മാഷ് ചാക്കോ മാഷിനെ കണ്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. I'm just leaving, so Hope you enjoyed. I really enjoyed. Okay, now buy the bike. Okay. ചേട്ടാ ഇറങ്ങുവാണേ. ആയിക്കോട്ടെ, വളരെ സന്തോഷം. സന്തോഷം, എനിക്ക് സന്തോഷമായി. ഓക്കെ, ശരി ബ്രോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വൈൻഡപ്പ് പറയുവാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഈ ഒരു വീഡിയോ. തിരിച്ചങ്ങോട്ടുള്ള റൈഡും ഓൾമോസ്റ്റ് സിമിലർ തന്നെ. അപ്പോൾ ഇങ്ങോട്ട് വന്നത് ഇതിൽ നല്ല വെയിലുണ്ട്. അപ്പോൾ പെട്ടെന്നങ്ങ് എത്തണം. അപ്പോൾ ശരി ഗൈസ്, നമുക്ക് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. മേ ബി ഈ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നമ്മുടെ ഹീറോയുടെ എക്സ്പൾസ് 210 പുതുതായിട്ട് കിട്ടിയിട്ടുണ്ട്. മേ ബി അത് വെച്ച് നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് നോക്കാം. കുരങ്ങന്മാരൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. ഓക്കെ ശരി ഗൈസ്, ഓക്കെ ബൈ.